ഇപ്പൊ ഹസ്ബൻഡ് പുറത്താണെങ്കിൽ വൈഫിന് ഭയങ്കര നെഗറ്റീവ് നെയിംസും വരാൻ ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പക്ഷെ ഇപ്പൊ നാട്ടിൻപുറം നോക്കുമ്പോ ഉണ്ടാവും ഒബ്വിയസ്ലി. ഇതിലും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് ഫേസ് ചെയ്യുന്നു. പക്ഷെ അതല്ല ആക്ച്വലി മെയിൻ കണ്ടന്റ് അതല്ല. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ധ്യാൻ ശ്രീനിവാസൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാനാണ് അഭിനയിക്കുന്നതെന്ന് അറിയുന്നത്. വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടൻ എന്റെ സീനിയർ ആയിരുന്നു. വിനീതേട്ടനെയും എനിക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല ഞാൻ ആ മൂവിയിലോട്ട് വന്ന വേറൊരു ആള് ത്രൂ ആണ് വന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആൾ? അപ്പോഴും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിയൊക്കെ കോമഡി ആയിരുന്നു അപ്പോഴും. പക്ഷെ എന്നാലും ഞാൻ കൂടുതൽ പറഞ്ഞത് കൗണ്ടറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണിക്കുമ്പോ തോന്നാറുണ്ടോ പണ്ടും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ? രസമല്ലേ? അത് റിയൽ ലൈഫിൽ ആളങ്ങനെ ആണോ? ഏകദേശം അങ്ങനൊക്കെ തന്നെ. ഇന്ന വേഷം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോലീസ് ക്യാരക്ടർ ചെയ്യണം എന്റെ മനസ്സിൽ ഇപ്പൊ വന്നോളൂ. ഐശ്വര്യ പോലീസ് ക്യാരക്ടർ ചെയ്ത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കൊറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റോളാണ്. ഹായ്, ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലൂടെ ലീഡ് റോൾ എത്തുന്ന ഐശ്വര്യ നമ്പ്യാറാണ്. ഹായ്. ഹൗ ആർ യു? അപ്പോ ഇപ്പൊ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയില് നായികയായിട്ട് എത്തുന്നു. അപ്പൊ ആ സിനിമയിലോട്ട് എങ്ങനെ വരുന്നത്? ആ സിനിമയിലോട്ട് വരുന്നത് ആക്ച്വലി എന്നെ ഡയറക്ടറാണ് വിളിക്കുന്നത്, ജിജോ സർ. ഈ മൂവി തുടങ്ങുന്നതിന്റെ ഒരു 2 years മുമ്പേ എന്റെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഗ്യാപ്പ്, പിന്നെ എന്തുകൊണ്ടാണ് അത് ഡിലേ ആയതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് 2 years ശേഷം സർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മൂവിയിലോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ അന്ന് എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഈ സിനിമയിൽ എന്ത് ക്യാരക്ടറാണ് എത്തുന്നത്? ഞാനൊരു ടീച്ചറായിട്ടാണ്. ഈ ജെറി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വൈഫാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര സ്ട്രോങ് ബോൾഡ്, ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ലേഡി ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഈ ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ നോക്കിയപ്പോ ഭയങ്കര ഇപ്പൊ പ്രവാസ ജീവിതവും പാരന്റ് ബോണ്ടിങ് ഒക്കെയാണ് വരുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ജോണറും എല്ലാം പോകുന്നത് സിനിമയുടെ? ഇത് പറയുകയാണെങ്കിൽ മിക്ക പ്രവാസികളുടെ ലൈഫിലും നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ പുറത്തോട്ട് അവർ പറയില്ല. അറിയാൻ പലരും മടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലായിട്ട് നടക്കുന്നത്. അതാണ് ഞങ്ങളിപ്പം പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പൊ അവര് പുറത്തുപോയി ജീവിക്കുന്നു, ജോലി എടുക്കുന്നു, പൈസ അയക്കുന്നു. പക്ഷെ അതിനേക്കാളും കുറെ പ്രശ്നങ്ങള് ഭാര്യമാര് ഫേസ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. കാരണം അവര് ഫുൾ ഫാമിലിയുടെതും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കാലത്ത് ഇത് കുറവായിരിക്കും. പക്ഷെ ഒരു കാലത്തൊക്കെ സൊസൈറ്റിയിലും ഭയങ്കര ഇഷ്യൂസും ഇതായിരുന്നു. കുട്ടികളെ നോക്കണം. അപ്പൊ ആ ഒരു ആ വീട് തന്നെ കൊണ്ടുപോകേണ്ടത് അവരാണ്, ലേഡിയാണ് കൊണ്ടുപോകുന്നത്. പൊതുവെ ഇപ്പൊ ചിലവര് പറയാറുണ്ട് ഇപ്പൊ പ്രവാസി ഇപ്പൊ ഹസ്ബൻഡ് പുറത്താണെങ്കിൽ വൈഫിന് ഭയങ്കര നെഗറ്റീവ് നെയിംസും വരാൻ ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ എങ്ങനെ പുൾ ഓഫ് ചെയ്തത്? അത് കുറച്ചുകൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു. പക്ഷെ ഇപ്പൊ നാട്ടിൻപുറം നോക്കുമ്പോ ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ ആ ഒരു ക്യാരക്ടർ എങ്ങനെ പുൾ ഓഫ് ചെയ്തത്? ഇതിലും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് ഫേസ് ചെയ്യുന്നു. പക്ഷെ അതല്ല ആക്ച്വലി മെയിൻ കണ്ടന്റ് അതല്ല. ഈ ജെറി എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പ്രവാസികൾ നാട്ടിലോട്ട് വരുമ്പം അവര് ഈ വൈഫിന്റെ അടുത്തുനിന്നും പിള്ളേരുടെ അടുത്തുനിന്നും നേരിടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവർ കാണിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു സംഭവമാണ് ഇതിൽ പോകുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നു, എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ മൂവി കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എങ്ങനെ ഇപ്പൊ മുന്നേയും ഐശ്വര്യ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റോളിലെ അട്രാക്ട് ആവാൻ കാരണമുള്ള ഞാൻ പറഞ്ഞല്ലോ, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബോൾഡ്, സ്ട്രോങ്. ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെടുന്ന ലേഡീസിന് നിർബന്ധമായും വേണ്ട ചില ക്വാളിറ്റീസ് ഈ ക്യാരക്ടേഴ്സിനുണ്ട്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് അട്രാക്ട് ചെയ്തത്. അപ്പൊ ബാക്കിയുള്ള കാസ്റ്റിന് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ വർക്ക് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആർക്കും
എല്ലാരും ഒരേപോലെ. നോബിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചാടയില്ല, ഒന്നുമില്ല, കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പൊ ഐശ്വര്യ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു കുറെ മൂവീസിൽ ചെയ്തിട്ടുണ്ട്, February 14th, പിന്നെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം ക്രൂ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇപ്പൊ ലാലേട്ടന്റെ മോനുണ്ട്, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ധ്യാൻ ശ്രീനിവാസൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാനാണ് അഭിനയിക്കുന്നതെന്ന് അറിയുന്നത്. വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടൻ എന്റെ സീനിയർ ആയിരുന്നു. വിനീതേട്ടനെയും എനിക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആ മൂവിയിലോട്ട് വന്ന വേറൊരു ആൾ ത്രൂ ആണ് വന്നത്. എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് അന്ന് പോയപ്പം കണ്ടതേ. പക്ഷെ ഞാൻ കാണുമ്പോൾ തന്നെ പ്രണവാണെങ്കിലും ധ്യാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ബ്രേക്ക് ത്രൂ പോലെയായിരുന്നു. അതെ അതെ, നല്ല മൂവിയാണ്. അങ്ങനെ ഒരു മൂവിയില് നമ്മുടെ ബോക്സ് ഓഫീസിലും ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നിവിൻ പോളിനെ കണ്ടായിരുന്നോ? നിവിൻ അന്ന് കണ്ടിട്ടില്ല ഞാൻ. പ്രണവും ധ്യാനുമായിരുന്നു. നമ്മുടെ നിവിൻ എടുത്തു ചോദിക്കാൻ കാരണം നിവിൻ പോളിയുടെ ക്യാരക്ടർ ഭയങ്കര നോട്ട് ചെയ്തൊരു ക്യാരക്ടർ ആ ദിവസം ആ ഷൂട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ചെറിയ ആൺമക്കൾ എന്ന സിനിമയില് ഇപ്പൊ ഒരു ടൈറ്റിൽ നോക്കുമ്പോ തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ചെറിയ ആൺമക്കൾ. അപ്പൊ എങ്ങനെ മക്കള് ആൺകുട്ടികളാണ്? രണ്ട് ആൺപിള്ളേരാണ് മെയിൻ ആയിട്ട് ഈ കഥയെ കൊണ്ടുപോകുന്നത്. അവരുടെ ചില കാണിക്കലുകളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ജെറി വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഈ വൈഫിന്റെ അടുത്തു നിന്നാണെങ്കിലും പിള്ളേരുടെ അടുത്തു നിന്നാണെങ്കിലും ആ ഒരു വെൽക്കം കിട്ടുന്നില്ല, ആ ഒരു സ്വീകാര്യത കിട്ടുന്നില്ല. ഒരു ഹസ്ബൻഡ് വരുന്നതോ അല്ലെങ്കിൽ അച്ഛൻ വരുന്നതായിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണന കിട്ടാതെ വരുമ്പം ജെറി ഫേസ് ചെയ്യുന്ന അത് എന്തുകൊണ്ട് അതിന്റെ ബാക്കിലുള്ള റീസൺ എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ പല വീട്ടിലും നടക്കുന്നുമുണ്ട്. പക്ഷെ ആർക്കും അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഇപ്പൊ ഐശ്വര്യക്ക് നേരത്തെ പറഞ്ഞല്ലോ ബോൾഡ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്യാരക്ടർ വൈസ് അല്ല, ഇന്ന വേഷം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോലീസ് ക്യാരക്ടർ ചെയ്യണം എന്റെ മനസ്സിൽ ഇപ്പൊ വന്നോളൂ, ഐശ്വര്യ പോലീസ് ക്യാരക്ടർ ചെയ്ത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റോളാണ്. എനിക്കും തോന്നിയായിരുന്നു ഭയങ്കര ഫുൾ ഓഫ് അല്ലേ, ഒരു IPS ഓഫീസർ, ഹൈറ്റും ഫിസിക്കൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ എന്താ റിയൽ ലൈഫിൽ അങ്ങനെ പോലീസ് ആണെന്നുണ്ടായിരുന്നോ? റിയൽ ലൈഫിൽ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാനൊരു ഡാൻസർ ആണ്. ചെറുതിൽ തൊട്ടേ ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അത് വിട്ടിട്ട് വീണ്ടും ഞാൻ ഡാൻസിലോട്ട് വന്നിട്ട് ഇപ്പം ഡാൻസ് തന്നെ മെയിൻ ആയിട്ട് കൊണ്ടുവരും. എങ്ങനെ ക്ലാസിക്കൽ ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ആക്ടർ വിനീത് സാറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്റ്റുഡിയോ ഇട്ടു, അവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഡാൻസിനോടുള്ള ഒരു പാഷൻ എങ്ങനെയാ വരുന്നത്? അതെന്റെ ഒരു 3.5 വയസ്സ് തൊട്ട് എനിക്കിങ്ങനെ സ്കൂളിൽ വേറെ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഡാൻസും കൊണ്ട് ചേർത്തിട്ട് പിന്നെ അതായിരുന്നു ലൈഫ്. ഡാൻസ് വിട്ടൊരു ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. നമ്മള് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഭയങ്കര ഒരു അഴക് എനിക്കറിയില്ല, എനിക്കും ഡാൻസിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിരുന്നു ഡാൻസ് കളിക്കും, പ്രത്യേകിച്ച് ക്ലാസിക്കലൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഡാൻസിന്റെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് വെച്ചിട്ടുണ്ട്? ശോഭന മാം, വിനിച്ച രണ്ടുപേരും. അത് ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരാണ്. നമുക്കിപ്പോ മലയാള സിനിമ എടുത്തു നോക്കുമ്പോഴും ഇവർ രണ്ടൊരു ഡാൻസർ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരും. ഡാൻസർ എന്ന് പറയുമ്പോൾ ഇവരാണ് മൈൻഡിലോട്ട് വരിക. അപ്പൊ ഇനി ലൈക്ക് ഫ്യൂച്ചർ പ്രൊജക്ട്സ് അങ്ങനെ എന്തൊക്കെയാണ്? 1-2 സംസാരിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല. മൂവിയുടെ കാര്യമല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ മൂവി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇനി ആരെങ്കിലും ഒപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹം? എനിക്ക് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട്. സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, സുരേഷേട്ടന്റെ കൂടെ അഭിനയിക്കണം നല്ല ആഗ്രഹം. ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ലാലേട്ടൻ? ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏത്? ലാലേട്ടന്റെ കമലദളം. പറയാനാണെങ്കിൽ ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ. അപ്പൊ ലാലേട്ടനും ഒരു ഭയങ്കരമായിട്ട് ഒരു ബെസ്റ്റ് ഡാൻസർ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ്. കമലദളം കണ്ടപ്പോഴും ആ ഡാൻസ് കളിക്കുന്ന സീൻസ്, അത് ആൾക്ക് ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി അറിയില്ല.
അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കണ്ടുവരുന്നല്ലേ ലാലേട്ടന്റെ മൂവീസ് കണ്ട് മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ ധ്യാൻ ശ്രീനിവാസൻ കോളേജ് മീറ്റ് ആയിരുന്നു, സ്കൂൾ മീറ്റ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അപ്പോഴും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിയൊക്കെ കോമഡി ആയിരുന്നു അപ്പോഴും. പക്ഷെ എന്നാലും ഞാൻ കൂടുതൽ പറഞ്ഞത് അപ്പൊ ചെറുതായിരുന്നു പഠിക്കുമ്പോ. ഞാനൊരു UKG തൊട്ട് എന്റെ കൂടെ പഠിച്ച ഒരാളാണ്, സെയിം ക്ലാസ് ആയിരുന്നു. അല്ല, ഇപ്പൊ നമ്മൾ പൊതുവെ ഇപ്പൊ ധ്യാൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കൗണ്ടറിന്റെ അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ പിന്നീട് കാണുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ കാണിക്കുമ്പോ തോന്നാറുണ്ടോ പണ്ടും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ? രസമല്ലേ? അത് റിയൽ ലൈഫിൽ ആളങ്ങനെ ആണോ? ഏകദേശം അങ്ങനൊക്കെ തന്നെ. കാരണം ഇപ്പൊ ശ്രീനിവാസ് സാറിനെ വെച്ച് നോക്കുമ്പോൾ ആളും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ റിയൽ ലൈഫിലും അവർ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ സിനിമ സെപ്റ്റംബർ 19 റിലീസ് ആവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ജെറിയുടെ ആൺമക്കൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കും നാട്ടിൽ നിൽക്കുന്ന ഭാര്യമാർക്കും. അപ്പം സെപ്റ്റംബർ 19 റിലീസ് ആവാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ. ഐശ്വര്യം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.